ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ മൊഡ്യൂൾ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ട് മൊഡ്യൂൾ 6 നിങ്ങൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. മൊഡ്യൂൾ 5ഉം 6ഉം കംപ്ലീറ്റ് ടോപ്പിക്സും പഠിക്കുക. കാരണം കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ഇതിനകത്തുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും ആ ഒരു പോർഷനിൽ നിന്നുണ്ടാവും. ഇതിന് രണ്ട് പാർട്ടായിട്ട് ഈ മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോഡ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോഡ് ജനറേഷൻ. ഇപ്പോൾ നമുക്കറിയാം കമ്പൈലർ ഡിസൈനിൻ്റെ ലാസ്റ്റ് 2 ഫേസസ് ആണ് കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും. കോഡ് ഒപ്റ്റിമൈസേഷൻ മീൻസ് ഒരു പ്രോഗ്രാമിംഗ് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തു, ദെൻ അതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസേഷൻ മീൻസ് അൺവാണ്ടഡ് ആയിട്ടുള്ള കോഡ് റിമൂവ് ചെയ്തിട്ട് ഫാസ്റ്ററായിട്ട് എക്സിക്യൂഷൻ നടത്തുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷനാണ്. അതങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ് ഒരു കമ്പൈലറിൻ്റെ കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ്, അതിനകത്ത് എന്തൊക്കെയാണ് കോഡ് ഒപ്റ്റിമൈസേഷനിൽ നടക്കുന്നത്. ഇപ്പോൾ കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്ഷണൽ ഫേസാണ്, അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഇൻപുട്ട് ഇൻ്റർമീഡിയറ്റ് കോഡും അതിൻ്റെ ഔട്ട്പുട്ട് ഒപ്റ്റിമൈസ്ഡ് കോഡുമാണ്. രണ്ട് ടൈപ്പ് ഓഫ് കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ. ലോക്കൽ ഒപ്റ്റിമൈസേഷൻ മീൻസ് ഒപ്റ്റിമൈസേഷൻ ട്രാൻസ്ഫോർമേഷൻസ്, കുറച്ച് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം, ദാറ്റ് മീൻസ് ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലെ ഒരു പാർട്ടിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ഈസ് നോൺ ആസ് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ. ദെൻ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ മീൻസ് നമ്മളൊരു കംപ്ലീറ്റ് ഒരു ഫുൾ പ്രോഗ്രാമിനകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ഈസ് നോൺ ആസ് ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ. ദെൻ ഇതിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്കാണ് ഫംഗ്ഷൻ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻ. ഇത് അങ്ങനെ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. ഇതിൽ മെയിനായിട്ടും വരുന്ന കുറച്ച് കോഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണ്, എളുപ്പമാണ്. ഫസ്റ്റ് വൺ ഈസ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ. ദാറ്റ് മീൻസ് കോമൺ ആയിട്ട് വരുന്ന സബ് എക്സ്പ്രഷൻസ് എലിമിനേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ കോഡിനകത്ത് A*C എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ 2 തവണ യൂസ് ചെയ്യുന്നു. അത് കോമൺ സബ് എക്സ്പ്രഷനാണ്, ഒരു എക്സ്പ്രഷൻ കോമൺ ആണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് പറ്റുന്നത്? ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ഞാൻ A*C എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിനകത്തും കൊടുത്തിട്ടുണ്ട്, 5th സ്റ്റേറ്റ്മെൻറ്റിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കോമൺ സബ് എക്സ്പ്രഷനാണ്. എപ്പോഴാണ് ആവുന്നത്? ഈ സെക്കൻഡിനും 5th സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ എയ്ക്കും സിക്കും വാല്യൂസ് ഒന്നും മോഡിഫൈ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് A*C കോമൺ സബ് എക്സ്പ്രഷൻ ആവുള്ളൂ. അപ്പം അങ്ങനെ വരുന്നതിനെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോപ്പി പ്രൊപ്പഗേഷൻ. കോപ്പി പ്രൊപ്പഗേഷൻ മീൻസ് ഒരു വാല്യൂ ഒരിടത്തുനിന്ന് വേറെ ഒരിതിലേക്ക് കോപ്പി ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഡെഡ് കോഡ് എലിമിനേഷനാണ്. ഡെഡ് കോഡ്, അൺവാണ്ടഡ് ആയിട്ടുള്ള കോഡ് എലിമിനേറ്റ് ചെയ്യുക. അത് കൺസിഡർ ഇതൊരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ വാല്യൂ ഐയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഇഫ് I ഈസ് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് ഐയുടെ വാല്യൂ ഇനീഷ്യലി 0 കൊടുത്തിട്ട് എപ്പോൾ അത് കഴിഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ I ഈസ് ഈക്വൽ ടു 1 എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇഫിൻ്റെ ലൂപ്പ് ട്രൂ ആവത്തില്ല. അതായത് ഈ ഇഫ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡെഡ് കോഡാണ്. ഈ കോഡ് ഒരിടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇഫ് ഐയുടെ വാല്യൂ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ഡെഡ് കോഡ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കോഡിനെ എലിമിനേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് ഫോൾഡിങ്. കോൺസ്റ്റൻറ്റ് ഫോൾഡിങ് മീൻസ് കമ്പൈൽ ടൈമിൽ തന്നെ കമ്പൈലർ കോൺസ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ദാറ്റ് മീൻസ് A ഈസ് ഈക്വൽ ടു 10/2. അതിന് ഓട്ടോമാറ്റിക്കലി കമ്പൈലർ അറ്റ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ റീപ്ലേസ് ഇൻ ടു A ഈസ് ഈക്വൽ ടു 5. അതൊരു എക്സിക്യൂഷനിലേക്ക് പോകത്തില്ല. എക്സിക്യൂഷൻ ടൈമിൽ പോകുന്നതിന് മുന്നേ തന്നെ കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നു. അതാണ് കോൺസ്റ്റൻറ്റ് ഫോൾഡിങ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്
ഈ 4 ചിലപ്പോൾ 2 എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്ന ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ ആണ്. എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന്, അതും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഷോർട്ട് ആൻസർ ആയിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പലതവണ. അപ്പോൾ ഈ ലൂപ്പ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ടെക്നിക്സിൻ്റെ പേര് നോക്കി വയ്ക്കുക. കോഡ് മോഷൻ, റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്, ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ. ഇവിടെയും ചിലപ്പോൾ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്തും ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷനും മാത്രം എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കാം. ദെൻ എന്താണ് കോഡ് മോഷൻ? കോഡ് മോഷൻ മീൻസ് ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് എടുക്കുവാണ്. ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ A=B+C എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഈ വേരിയബിൾ, അതായത് ഈ ഫോർ ലൂപ്പിൻ്റെ വേരിയബിൾ മീൻസ് I ആണ്. ആ I എന്നുള്ള വേരിയബിൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ലൂപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് എഴുതുക. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 100 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കോഡിനെ A=B+C എന്നുള്ളതിനെ പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ 100 ടൈംസ് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു തവണയാക്കി മാറ്റാൻ പറ്റും. അതാണ് കോഡ് മോഷൻ. ഇനി രണ്ടാമത് പറയുന്നത് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത്. റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അഡീഷൻ ഓപ്പറേഷനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് കാരണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അഡീഷൻ യൂസ് ചെയ്യുന്നു. ദെൻ ഈ എക്സാമ്പിൾ നോക്കുക. നെക്സ്റ്റ് വരുന്ന ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷനാണ്. ഇൻഡക്ഷൻ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം ബൈ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എവരി ഐട്രേഷൻ. ഓരോ ഐട്രേഷനിലും ഒരു ഇൻഡക്ഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുകയോ ഡിക്രിമെൻറ്റ് ചെയ്യുകയോ ചെയ്യാം. അതിന് എക്സാമ്പിളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിളിൽ ഫസ്റ്റ് ഇതാണ് ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് ഈ റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ 4x j എന്നുള്ള ഒരു ലൂപ്പ്, ഈ ഇന്നർ ലൂപ്പിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് j=j-1, ദെൻ T4=4x j. അപ്പോൾ ഈ ഒരു ഇന്നർ ലൂപ്പിൽ 4x j കുറേ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ മാറ്റി എഴുതുന്ന ഒരു പ്രോസസ്സ്, അത് ഔട്ടർ ലൂപ്പിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. എന്നിട്ട് ഇന്നർ ലൂപ്പിൽ നമ്മൾ വേറൊരു രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തൊരു ഫോം എഴുതുന്നു. അങ്ങനെ എഴുതിയാലും റിസൾട്ട് വാല്യൂവിൽ വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇൻപുട്ട്. ദെൻ അതിൽ നിന്ന് ഇൻഡക്ഷൻ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ എന്നുള്ള വേരിയബിളാണ് ഇൻഡക്ഷൻ വേരിയബിൾ. ദാറ്റ് മീൻസ് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ആ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ വേരിയബിൾ. അപ്പോൾ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. അതിനെ നമ്മൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐട്രേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. ആ ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ വേരിയബിൾ എലിമിനേഷൻ. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ലൂപ്പ് ഒപ്റ്റിമൈസേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ടോപ്പിക്കാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ബേസിക് ബ്ലോക്ക്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് തിയറി പോർഷൻസ് മാത്രമാണ് കൂടുതലായിട്ടും ചോദിക്കത്തുള്ളൂ. ദെൻ ഒപ്റ്റിമൈസേഷൻ ഓഫ് ബേസിക് ബ്ലോക്ക്. അപ്പോൾ എന്താണ് ബേസിക് ബ്ലോക്ക് എന്ന് അറിയണം. കുറച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഫ് ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഇഫിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സംഭവങ്ങൾ എഴുതും. അതൊരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ എൽസിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതും. അത് അനദർ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും വരാത്ത കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ലൂപ്പിങ്ങോ ബ്രാഞ്ചിങ്ങോ ഒന്നും വരാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മളൊരു ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. കൺസിഡർ ഇതൊരു ബേസിക് ബ്ലോക്കിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈ ബേസിക് ബ്ലോക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നൊരു അൽഗോരിതം ഉണ്ട്. അപ്പോൾ അത് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. മെയിനായിട്ട് നമ്മൾ എക്സാമ്പിളിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഡിറ്റർമൈൻ ദ ലീഡേഴ്സ് ആൻഡ് ഹെഡേഴ്സ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ ലീഡർ അല്ലെങ്കിൽ ഹെഡർ എന്ന് പറയുന്നത്. ദെൻ ഒരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ അതൊരു ലീഡറാണെന്ന് പറയാം. ദെൻ ഒരു ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്നവരുടെ ലീഡറാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറയുന്നതാണ്. അതാണ് അൽഗോരിതത്തിൽ പറയുന്നത്. ദെൻ ഒരു സോഴ്സ് കോഡ് നോക്കുക. ആ സോഴ്സ് കോഡിനെ എങ്ങനെയാണ് അതിൻ്റെ ബേസിക് ബ്ലോക്കിനെ കൺവേർട്ട് ചെയ്തേക്കണേന്ന് നോക്കുക.
അപ്പോൾ ഫസ്റ്റ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നേക്കുവാണ് ഇവിടം വരെ. ഈ ഇഫ് ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇഫിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഇസഡ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഇസഡ് ആണെങ്കിൽ ഈ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇഫിൻ്റെ കേസിൽ ഇവിടം വരെ ഒരു ബേസിക് ബ്ലോക്ക് ആയിരിക്കും. രണ്ടാമത് ഇഫിൻ്റെ പാർട്ട് മാത്രം ഒരു ബേസിക് ബ്ലോക്ക് ആയിരിക്കും. ദെൻ മൂന്നാമത് എൽസിൻ്റെ പാർട്ട് മാത്രം ഒരു ബേസിക് ബ്ലോക്ക് ആയിരിക്കും. നാലാമത്തെ ഈ ഇഫും എൽസും കഴിഞ്ഞതിന് ശേഷം വരുന്ന റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അടുത്തൊരു ബേസിക് ബ്ലോക്ക് ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ പല ബേസിക് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഈ ബേസിക് ബ്ലോക്കിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബേസിക് ബ്ലോക്ക് എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം? അതിൽ ഫസ്റ്റ് വരുന്ന മെത്തേഡ് സ്ട്രക്ചർ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓൾജിബ്രാക് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. എന്താണ് സ്ട്രക്ചർ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി രണ്ട് ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ, അത് ഓൾറെഡി പറഞ്ഞു. ഡെഡ് കോഡ് എലിമിനേഷൻ പറഞ്ഞു. തേർഡ് വൺ ഈസ് റീനെയിമിംഗ് ഓഫ് ടെമ്പററി വേരിയബിൾസ്. ടെമ്പററി വേരിയബിൾസ് നമുക്ക് റീനെയിം ചെയ്യാം. അങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ടെമ്പററി വേരിയബിൾസിന് പല പേരുകൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദെൻ ഇൻ്റർചേഞ്ചിങ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് അഡ്ജസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ. ദെൻ ഇതിനകത്ത് വരുന്ന ഈ സ്ട്രക്ചർ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കൺസെപ്റ്റുകളാണ്. ഒന്ന് അതിൻ്റെ മെയിനായിട്ടും രണ്ട് കൺസെപ്റ്റ് പറയുന്നില്ല, മെയിനായിട്ടും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ്. നമ്മൾ ഓൾറെഡി 5th മൊഡ്യൂളിൽ എന്താണ് ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഡാഗ്. അപ്പോൾ ഇതാണൊരു എക്സ്പ്രഷൻ. അതിൻ്റെ ഡാഗ് എങ്ങനെയാണ് വരച്ചേക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന സബ് എക്സ്പ്രഷൻസ് ഉണ്ടോ? ഇത് B+Cയും ഇവിടെ B+Cയും കോമൺ സബ് എക്സ്പ്രഷനാണ്. ദെൻ A-Dയും കോമൺ സബ് എക്സ്പ്രഷനാണ്. പിന്നെ ഇതിനകത്ത് നോക്കുക, ഈ B+Cക്കും ഇടയിൽ ബിയുടെയോ സിയുടെയോ വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് കോമൺ സബ് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ B+Cയും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് there is another one statement, b is equal to a-d. that means ബിയുടെ വാല്യൂ അവിടെ ചേഞ്ച് ആയേക്കുവാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ബിയുടെ വാല്യൂ ചേഞ്ച് ആയി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കോമൺ സബ് എക്സ്പ്രഷനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഇനി അടുത്ത കേസിൽ നമ്മൾ A-D നോക്കുക. A-D ഇവിടെ A-D, ഇതിൻ്റെ ഇടയിൽ എയ്ക്കോ ഡിക്കോ വാല്യൂ ചേഞ്ച് വന്നു എന്ന് നോക്കും. ഇല്ല. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കോമൺ സബ് എക്സ്പ്രഷനാണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഡാഗ് വരയ്ക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്നാണ് അതിനെ നോക്കുക. ഇവിടെ നമ്മൾ B0 C0 എന്ന് ടെമ്പററി വേരിയബിൾ നെയിം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് A is equal to B+C. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യലി അതിൻ്റെ ഒരു ഇത് തുടങ്ങുവാണ്. അപ്പോൾ A is equal to B+C ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. B+C തുടങ്ങുവാണ്, BC. അപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നു B0 C0. ദെൻ അതിൻ്റെ ആൻസർ നമുക്ക് വേണ്ടത് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം ചെയ്യുന്നത്, പക്ഷേ താഴെ നിന്നാണ് നമ്മൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ പേര് A എന്ന് കൊടുത്തു. അതായത് ഈ B+C ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈസ് A. അത് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇതിന് നമ്മൾ A എന്നുള്ള പേര് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുന്നു. B = A-D. അപ്പോൾ ഓൾറെഡി A നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിനി എന്ത് ചെയ്താൽ മതി? മൈനസ് ഓപ്പറേഷൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടി. ദെൻ റൈറ്റ് സൈഡിൽ നമ്മൾ ഡിക്ക് പകരം D0 എന്ന് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് C is equal to B+C. അപ്പോൾ ഇതിന് നമ്മൾ പേര് കൊടുക്കാൻ വിട്ടുപോയി. ഇത് നമുക്ക് കിട്ടുന്ന ആൻസർ B ആയിരുന്നു. സോ B എന്ന് ഇവിടെ എഴുതി. നെക്സ്റ്റ് C is equal to B+C. അപ്പോൾ അടുത്ത കേസാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ B നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മളിവിടെ പ്ലസ് കൊടുത്തു. അപ്പോൾ B നമുക്ക് കിട്ടി. നെക്സ്റ്റ് C ആണ്. സിക്ക് പകരം നമ്മൾ C0യിലേക്ക് കണക്ട് ചെയ്യുക. C0 ഇതിലേക്ക് കണക്ട് ചെയ്തു. ഇതിൻ്റെ കിട്ടുന്ന ആൻസറിൻ്റെ പേര് C. നെക്സ്റ്റ് അടുത്ത D is equal to
എ മൈനസ് ഡി. അപ്പോൾ എ മൈനസ് ഡി കോമൺ സബ് എക്സ്പ്രഷനാണ്. അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എവിടെയാ? എ മൈനസ് ഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? ഡിയിൽ. ഇപ്പോൾ ഡി എന്നല്ല അതിൻ്റെ പേര്, ശരിക്കും ബി എന്നാണ്. ഈ എ മൈനസ് ഡി ചെയ്ത് കിട്ടുന്ന ആൻസർ ബിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളിത് ചെയ്യേണ്ട ആൻസർ എവിടെയാണ് വയ്ക്കേണ്ടത്? ഡിയിലാണ്. സോ നമ്മളിവിടെ ബി കോമ ഡി എന്ന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഡാഗ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ബേസിക് ബ്ലോക്ക് തന്നിട്ട് അതിൻ്റെ ഡാഗ് റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന ഓൾജിബ്രാക് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഓൾജിബ്രാക് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ അത് കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, നമ്മൾ പഠിച്ചേക്കുന്ന ലോസ് യൂസ് ചെയ്യാം. ഇതിന് അരിതമെറ്റിക് ഐഡൻറ്റിറ്റീസ് എങ്ങനെ ഇതിനെ കമ്പൈലർ ടൈമിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. അപ്പോൾ ഇതൊരു വേറൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എ മൈനസ് എക്ക് പകരം T1 = 0 എന്ന് കൊടുക്കുന്നു കമ്പൈലർ. ദെൻ ഇവിടെ ബി പ്ലസ് T1 പകരം ബി എന്ന് മാത്രം മതി, കാരണം 0 ആയി പോയി ഇതിൻ്റെ വാല്യൂ. ഇവിടെ y ഇൻറ്റു 2, അതായത് y²2 അത് കൊടുക്കുന്നതിന് പകരം ഒരു മൾട്ടിപ്ലിക്കേഷൻ മാറ്റി നമുക്ക് സിംഗിൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ഓൾജിബ്രാക് ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന ഫസ്റ്റ് ഇതാണ്, സെക്കൻഡ് ഇതാണ്, തേർഡ് വരുന്ന റിഡക്ഷൻ സ്ട്രെങ്ത്, കോൺസ്റ്റൻറ്റ് ഫോൾഡിങ്, ഫോർത്ത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് എന്തിൽ മെയിനായിട്ടും ബേസിക് ബ്ലോക്കിൻ്റെ ഒപ്റ്റിമൈസേഷനിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. ലോക്കൽ ഒപ്റ്റിമൈസേഷനും ഗ്ലോബൽ ഒപ്റ്റിമൈസേഷനും. അതെന്താണെന്ന് എഴുതുക. ഇതിന് ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇതിന് നമുക്കൊരു ഡേറ്റ ഫ്ലോ ഗ്രാഫായിട്ട്, അതായത് പ്രോഗ്രാം ഫ്ലോ ഗ്രാഫ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ഒരു ബേസിക് ബ്ലോക്ക് തന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ പ്രോഗ്രാം ഫ്ലോ ഗ്രാഫ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അതെങ്ങനെയാണ്, എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിക് ബ്ലോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ടൊരു ഗ്രാഫ് പോലെ വരയ്ക്കുക. ഫസ്റ്റ് എൻറ്റർ B1 ആണ്. ദെൻ B1ൽ ഇഫ് കൊടുത്തിട്ടുണ്ട്. ഇഫിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഇഫ് ട്രൂ ആവുന്ന കേസും ഒന്ന് ഇഫ് ഫോൾസ് ആവുന്ന കേസും. അതുകൊണ്ട് ഇവിടെ നിന്ന് B1ൽ നിന്ന് 2 വരച്ചു. ഓരോ ബേസിക് ബ്ലോക്കിനും നമ്മൾ പേര് കൊടുക്കുക. ദെൻ B2, B3 അത് രണ്ടും കോമൺ ആയിട്ട്, ഒന്നുകിൽ ഇഫിൻ്റെ ട്രൂ ആണെങ്കിൽ B2 വർക്ക് ചെയ്യും, ഇഫ് ഫോൾസ് ആണെങ്കിൽ B3 വർക്ക് ചെയ്യും. ഇത് രണ്ടും കഴിഞ്ഞാൽ ആരാണ് വർക്ക് ചെയ്യേണ്ടത്? B4. അപ്പോൾ കോമൺ ആയിട്ട് B4 എഴുതി. ഇതിന് പറയുന്ന പേര് പ്രോഗ്രാം ഫ്ലോ ഗ്രാഫ് എന്നാണ്. അപ്പോൾ ഇത്രയാണ് ആ ഫസ്റ്റ് ഏരിയയിൽ വരുന്നത്. ഇനി നമുക്ക് കോഡ് ജനറേഷൻ്റെ ഇതാണ്, അത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.